Hi, Namaste. Welcome back to my channel Vintrader. Intraday trading മാത്രമല്ല സ്കാൽപ്പിംഗ് സ്വിംഗ് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ് വിൻറ്റയിൽ സപ്പോർട്ടാണ്. അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നാല് സ്റ്റോക്കിൽ ഇന്നത്തെ ഇൻട്രാഡേയിൽ നമ്മുടെ സോഫ്റ്റ്വെയർ എൽ&ടിക്ക് പെർഫോമൻസ് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇൻട്രാഡേ മാത്രമല്ല സ്വിംഗ് ട്രേഡിങ്ങിൽ പറ്റിയൊരു സ്റ്റോക്കാണ്. അതേപോലെ അപ്പോളോ ഹോസ്പിറ്റൽ, അതേപോലെ നമുക്ക് ബജാജ് ഫിനാൻസ്, HCL ടെക്നോളജി, ഇതിൻ്റെ ഇന്നത്തെ പെർഫോമൻസും അതേപോലെ സ്വിംഗിൽ നമുക്ക് കിട്ടിയ ട്രേഡാണ്. അതിൽ 50 മിനിറ്റ്സിൻ്റെ ചാർട്ട്. സ്വിംഗിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 ദിവസമൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ഫ്രെയിമാണ് 50 മിനിറ്റ്സിൽ ഫസ്റ്റ് ഞാൻ ബജാജ് ഫിനാൻസിൻ്റെ എടുത്തിട്ടുണ്ട്, അതേപോലെ അപ്പോളോ ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് 23 വന്ന ബൈ, ലാസ്റ്റ് ക്ലോസിങ്ങിൽ വന്ന ബൈ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് 2 ദിവസമായിട്ട് ഇപ്പോൾ അപ് ട്രെൻഡിൽ കയറി 417 പോയിന്റ് പ്രോഫിറ്റിലാണ്. അതിന് മുമ്പ് നല്ലൊരു ഡൗൺ ഉണ്ട സ്റ്റോക്കായിരുന്നു. ഇപ്പം ബജാജ് ഫിനാൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ 3 സൈഡ് ഡൗൺ പോയത് നമ്മുടെ സോഫ്റ്റ് ലാസ്റ്റ് 23 വന്ന അപ് ട്രെൻഡിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് 3 ദിവസമായിട്ട് ബൈ ആണ്. 73 പോയിന്റ്സ് അപ് ട്രെൻഡിൽ കയറി നിൽക്കുകയാണ്. 809 വന്ന ബൈ ആണ്. ഇപ്പോൾ 882 നിൽക്കുകയാണ്. കറന്റ് 73 പോയിന്റ്സ് പ്രോഫിറ്റിലാണ്. സെയിം HCL ടെക്നോളജി ഇൻട്രാഡേ നോക്കുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് മോഡൽ ഉണ്ടായിരുന്നു. മിക്കവാറും ഇൻട്രാഡേക്ക് പെർഫോമൻസ് വരുന്ന ഒരു സ്റ്റോക്കാണ്. ഇൻട്രാഡേക്ക് സ്റ്റോക്ക് കൺഫ്യൂഷൻ ആകണ്ട. നമുക്ക് എടുക്കുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എൽ&ടി, മാരുതി, HCL ടെക്നോളജി, ഡിക്സൺ, അതേപോലെ ബജാജ് ഓട്ടോ, അതേപോലെ 3-4 സ്റ്റോക്കിൽ നമുക്ക് മെയിലിൽ റിട്ടേൺസ് വരുന്ന സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്ത് വെച്ചാൽ തന്നെ അതിൽ തന്നെ നമുക്ക് റിട്ടേൺസ് വരും. നമുക്ക് HCL ടെക്നോളജിയിലെ പാസ് പെർഫോമൻസ് നമുക്ക് എടുത്ത് നോക്കിയാൽ മിക്കവാറും നമുക്ക് ട്രേഡ് കിട്ടുന്നതാണ്. ഇതിലെ പാസ് പെർഫോമൻസ് നിങ്ങൾ നോക്കിയാൽ കാണാം. മിക്കവാറും നമുക്ക് ട്രേഡ് വരുന്നൊരു സ്റ്റോക്കാണ് നമ്മുടെ HCL ടെക്നോളജിയുടെ. ഇൻട്രാഡേക്ക് പറ്റിയ സ്റ്റോക്കാണ്. അപ്പോൾ ഇന്നും നമുക്ക് അതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മോർണിംഗിൽ നല്ലൊരു അപ് ട്രെൻഡും അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഡൗൺ സൈഡ് 12.55, പക്ഷേ അവിടെ കൺഫേം ആകാതെ നമുക്ക് ഡൗണിലേക്ക് ഇറങ്ങിയത് അപ്രോക്സിമേറ്റ് 2 മണിക്ക് ശേഷമാണ്. അവിടെ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് നല്ല 18 പോയിന്റ് ടാർഗറ്റ് നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അപ്പം അതേപോലെ എൽ&ടിക്ക് ഇന്നും ബൈ സൈഡാണ്. ഇന്നലെയും ഞാൻ പെർഫോമൻസ് ഇട്ടിരുന്നു. 3 ദിവസമായിട്ട് കണ്ടിന്യൂഷൻ ബൈ ആണ്. ഞാൻ ഇന്നലെയും 2 ദിവസമായിട്ടുള്ള എൽ&ടിയുടെ ബൈ സ്റ്റോക്ക് ഞാൻ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നും എൽ&ടി സെയിം നോക്കുകയാണെങ്കിൽ 1 സൈഡ് മൊമെന്റ് 84 പോയിന്റ്സ് റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഹോൾഡ് ചെയ്തവർക്ക് നല്ല റിട്ടേൺസ് ആണ് എൽ&ടിയിൽ ഈ കഴിഞ്ഞ് 3 ദിവസങ്ങൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൽ കാണിച്ച പെർഫോമൻസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതിനകത്ത് എങ്ങനെ ചെക്ക് ചെയ്യാം, സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇതിൽ സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് ആ കൺഫർമേഷൻ ബാറും കൂടെ നോക്കാം. താഴത്തെ കൺഫർമേഷൻ ബാർ ഓക്കെ ആയതിനു ശേഷം എടുത്താൽ മതി. ഇവിടെ സിഗ്നൽ വന്നപ്പോൾ താഴെ കൺഫേം ആയാലും കൺഫർമേഷൻ വന്ന ലെവൽ ഇതാണ് 2 ദിവസമായിട്ട്. അതായത് തലേദിവസം സിഗ്നൽ വന്നെങ്കിലും ഇത്രയും ഡൗൺ ഇറങ്ങി പെട്ടെന്നൊരു ഹൈക്കായിരുന്നു. അവിടെ ഇൻട്രാഡേക്ക് നമുക്ക് 5 മിനിറ്റ്സ് കിട്ടും, പക്ഷേ 50 മിനിറ്റ്സിൽ അത് തന്നില്ല. സ്വിംഗിൽ നമുക്ക് അവിടെ കൺഫേം ആയത് നമുക്ക് പിറ്റേ ദിവസമാണ്. അത് പിന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് 2 ദിവസം കയറി. പക്ഷേ ഇതിന് മുമ്പ് എടുത്തവർക്കൊക്കെ നമുക്ക് ഇൻട്രാഡേക്ക് ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി 5 മിനിറ്റ്സ് ട്രേഡ് എടുത്തവർക്ക് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു അവസരമായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് 5 മിനിറ്റ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ്സിൽ നമുക്ക് 23 നമുക്ക് ആ സിഗ്നൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. മോർണിംഗിൽ ഒരു ഡൗൺ ശേഷം നമുക്ക് അപ്രോക്സിമേറ്റ്ലി 11 o'clock ശേഷം വന്ന ട്രേഡാണ്. പക്ഷേ അത് കൺഫേം ആയി. നമുക്ക് ഇവിടുന്ന് നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. കാരണം ഇവിടെ കൺഫർമേഷൻ നമുക്ക് വന്ന് താഴത്തെ ലെവലും നമുക്ക് ഒന്നിച്ച് അവിടെ കൺഫേം ആയി. അപ്രോക്സിമേറ്റ് നമുക്ക് 1:15-1:30 ശേഷമാണ് അവിടെ കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് കണ്ടിന്യൂഷൻ കയറി. അത് കഴിഞ്ഞിട്ട് ഇന്നും കണ്ടിന്യൂഷൻ അത് കയറി. ഇപ്പോഴാണ് അത് ലാസ്റ്റ് സെല്ല് വന്നത്. ആ ഒരു അപ് ട്രെൻഡ് 5 മിനിറ്റ്സിൽ അത് കണ്ടിന്യൂഷൻ ആയിട്ട് 3 ദിവസമായിട്ട് ആ ഒരു ട്രേഡ് കണ്ടിന്യൂ ആയിരുന്നു. അത് 50 മിനിറ്റ്സിൽ അവിടെ കണ്ടിന്യൂഷൻ ആയിട്ട്, പക്ഷേ സിഗ്നൽ നേരത്തെ വന്നെങ്കിലും കൺഫേം ആകാതെ നമ്മുടെ പിറ്റേ ദിവസം 24th കൺഫേം ആയി മാർക്കറ്റ് തിരിച്ചു കയറി. 2 ദിവസമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂഷൻ അപ് ട്രെൻഡാണ്. അതേപോലെ തന്നെ നമുക്ക് അപ്പോളോ ഹോസ്പിറ്റലിൽ നോക്കിയാലും സിഗ്നൽ വന്ന് കൺഫേം ആയി. നമുക്ക് തലേദിവസം സിഗ്നൽ ഉണ്ടെങ്കിൽ കൺഫർമേഷൻ വന്ന് നമുക്ക് പിറ്റേ ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് അപ് ട്രെൻഡാണ്. അതേപോലെ HCL ടെക്നോളജി നോക്കിയാലും നമുക്ക് ഇൻട്രാഡേക്ക് 5 മിനിറ്റ്സിൽ നോക്കിയാൽ സിഗ്നൽ വന്ന ശേഷം കൺഫേം ആയില്ലെന്ന് കൺഫർമേഷൻ വന്നപ്പം നമുക്ക് ഈ ഒരു ലെവൽ അപ്പോൾ അവിടുന്ന് ബ്രേക്ക് ചെയ്ത് പിന്നെ മാർക്കറ്റ് കയറി. സെല്ല് വന്നപ്പോഴും കൺഫർമേഷൻ കിട്ടിയത് ഇവിടുന്നാണ് അവിടെ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അതേപോലെ എൽ&ടി നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂഷൻ ആയിട്ട് അപ് ട്രെൻഡാണ്. നമുക്ക് 3 ദിവസമായിട്ട് അപ് ട്രെൻഡാണ്. നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് നമുക്ക് സിഗ്നൽ കൺഫേം ആയി 23 തന്നെ ട്രേഡ് എടുത്ത ഒരു 1:30-2 മണിക്ക് ശേഷം പോയ ട്രേഡാണ് 3322 നമ്മളെടുത്ത ട്രേഡാണ്. ഇപ്പോൾ നോക്കുകയാണ് 3648 ആണ്. നല്ല റിട്ടേൺസ് ആയിരുന്നു. 3 ദിവസം ഹോൾഡ് ചെയ്ത് ചേർക്കാൻ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം ഈ സ്ട്രാറ്റജി? ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഇൻട്രാഡേ സ്റ്റോക്കിൽ കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മുടെ സ്റ്റോക്കിൽ സ്കാനർ അവൈലബിൾ
സിമ്പിളാണ്. ട്രെൻഡിങ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക. മോർണിംഗിൽ സ്കാനർ, അതായത് ഏത് സ്റ്റോക്കാണ് എടുക്കേണ്ടത് കൺഫ്യൂഷൻ ഇല്ല. സ്കാനർ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. സ്കാനർ 1.1, 1.2, 1.1 ട്രെൻഡ്, ഏത് ട്രെൻഡ് ഇൻട്രാഡേ സെലക്ട് ചെയ്യാൻ 5 മിനിറ്റ്സ് ആണെങ്കിൽ അതിൽ ട്രെൻഡിങ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് തിരിച്ചറിയാൻ എളുപ്പമാണ്. ഈ സ്കാനറിലൂടെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.